നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതുക്കലെത്തി. സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥി മോഹികളും സീറ്റിനു വേണ്ടി ഇടിച്ചിടിച്ച് നിൽക്കുകയാണ്. നിലവിലുള്ള MLA-മാരും കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കഴിഞ്ഞ 5 വർഷം മുൻപ് വോട്ട് നേടിപ്പോയിട്ട് തിരിഞ്ഞുപോലും നോക്കാത്തവരും ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള ചിലരെയെങ്കിലും പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടിയില്ലെങ്കിൽ അത് വോട്ടർമാരോട് കാണിക്കുന്ന ഒരു വഞ്ചനയാണ്. ചില MLA-മാരെ കുറിച്ച് മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്നത് കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും. റാന്നിയിലെ MLA പ്രമോദ് നാരായണനെ വിലയിരുത്തുമ്പോൾ ഏറ്റവും പരാജയപ്പെട്ട ഒരു MLA എന്നല്ലാണ്ട് മറ്റൊന്നിനും സാധിക്കുന്നില്ലെന്നാണ് നാട്ടിൽ നടത്തിയ അന്വേഷണത്തിൽ പലരും പങ്കുവയ്ക്കുന്നത്. വർഷങ്ങളായി പണിതീരാതെ കിടക്കുന്ന റാന്നി പാലം ഈ 5 വർഷത്തിനിടയിലും പണി തീർക്കാൻ സാധിച്ചില്ലെന്നുള്ളതാണ് ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന ഒരു കാരണം. വളരെയധികം അനുകൂല സാഹചര്യങ്ങൾ MLA എന്ന നിലയിൽ പ്രമോദ് നാരായണന് ലഭിച്ചിരുന്നു. പക്ഷേ അത് പ്രയോജനപ്പെടുത്തുവാൻ അയാൾക്ക് സാധിച്ചില്ലെന്നുള്ളതാണ് എല്ലാവരും പങ്കുവച്ച വികാരം. അത് അയാളുടെ ശ്രദ്ധയിൽപ്പെടാഞ്ഞിട്ടല്ല, പറഞ്ഞു കേട്ടിടത്തോളം ഒന്നിൽ കൂടുതൽ ഉദ്ഘാടന മാമാങ്കം തന്നെ ഇതിനകം ഈ പണിതീരാത്ത പാലം വെച്ചുകൊണ്ട് ഇയാൾ നടത്തി കഴിഞ്ഞു അത്രേ. ഈ അടുത്ത കാലത്തും അങ്ങനെ ഒരു കലാപരിപാടി വീണ്ടും നടന്നുവെന്നാണ് ആളുകൾ ആക്ഷേപിക്കുന്നത്. MLA ആയി ആദ്യ നാളുകളിൽ തന്നെ ഇതിന് മുൻകൈ എടുത്തിരുന്നുവെങ്കിൽ ഇതിനകം പണി പൂർത്തിയാക്കി റാന്നിയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞേനെ. അതിന് ശ്രമിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയായിരുന്നുവെന്നാണ് മിക്കവരും ആക്ഷേപിച്ചത്. യാതൊരു അടിസ്ഥാന യോഗ്യതയുമില്ലാതെ കേരള കോൺഗ്രസിൽ 4 മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ പാർട്ടി ടിക്കറ്റിൽ MLA ആയ ആളാണ് പ്രമോദ് നാരായണൻ. വിരുന്നുകാരൻ വീട്ടുകാരനായി. അങ്ങനെയാണ് പലരും പറഞ്ഞുവെങ്കിലും എനിക്കങ്ങനെ തോന്നുന്നില്ല. കേരള കോൺഗ്രസിന്റെ കഴിഞ്ഞ പിളർപ്പിന് കാരണഭൂതനായ ആളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്നാണ് മറ്റു ചില പാർട്ടിക്കാർ പങ്കുവയ്ക്കുന്നത്. മുഴുവൻ കേരള കോൺഗ്രസ്സുകാരെയും വെറുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി ഇയാൾക്ക് സീറ്റ് നൽകിയതെന്നറിയാം. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മാത്രം ആർക്കും അറിയില്ല. CPM-ന്റെ സജീവ പ്രവർത്തകനായിരുന്ന ഇയാൾ പ്രാദേശികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ആ പാർട്ടി വിട്ട് പുറത്തു വന്നപ്പോൾ നിലനിൽപ്പിന് വേണ്ടി പല അഭ്യാസങ്ങളും കാണിച്ചു. ഇടയ്ക്ക് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറിക്കൂടി. അതായത് 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ. അവിടെ ഇരുന്ന് കാണിച്ച അഭ്യാസങ്ങൾ കൊണ്ടായിരിക്കണം കാലാവധി തികയും മുമ്പ് പടിയടച്ച് പിണ്ടം വെച്ചു. ഒടുവിൽ ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനാകാൻ ശ്രമിച്ചുവെന്നും ഒരു കേൾവിയുണ്ട്. അതും പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് ജോസ് കെ മാണിയുടെ കൂടെ കൂടിയത്. മുഴുവൻ പാർട്ടിക്കാരുടെയും എതിർപ്പുകളെ വകവയ്ക്കാതെ ഇയാളെ ചേർത്ത് പിടിക്കുകയും 2021 റാന്നി സീറ്റ് ഇയാൾക്ക് നൽകുകയും ചെയ്തു. ആ ജോസ് കെ മാണിക്ക് കൊടുക്കണം ഒരു ബിഗ് സല്യൂട്ട്. അനുഭവ സമ്പത്തുള്ള പലരും അന്ന് ജോസ് കെ മാണിയോട് പറഞ്ഞിരുന്നു, കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഇനി ഒരു പിളർപ്പുണ്ടാവുകയാണെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്നത് ഇയാളായിരിക്കുമെന്ന്. അത് കേട്ട ഭാവം പോലും നടിച്ചില്ല ജോസ് കെ മാണി. ഇപ്പോൾ ജോസും കൂട്ടരും UDF-ലേക്ക് പോകുന്നുവെന്ന പ്രതീതി സൃഷ്ടിച്ച് ചിലരെയെങ്കിലും മുൾമുനയിൽ നിർത്തി ജോസിനെ അപമാനിക്കാൻ മുന്നിൽ നിന്നത് ഇയാളാണെന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ട. അതിനുള്ള തെളിവുകളൊക്കെ പല പാർട്ടിക്കാരുടെയും കയ്യിലുണ്ട്. റോഷിയെയും ജോസിനെയും തമ്മിൽ തെറ്റിച്ച് ആനുകൂല്യം പറ്റാമെന്ന വ്യാമോഹം മനസ്സിലുണ്ടായിരുന്നത് റോഷിയും ജോസും കൂടി തന്നെ അത് പൊളിച്ചടിക്കുകയെന്നാണ് പലരും പങ്കുവയ്ക്കുന്നത്. വിശ്വസിക്കുന്നവരെ ചതിക്കരുതെന്ന് ആര് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുമെന്നാണ് ചുരുക്കം ചില പാർട്ടിക്കാരെങ്കിലും ചോദിക്കുന്നത്. ഇയാളുടെ മണ്ഡലത്തിൽ മറ്റൊരു വികസന പ്രവർത്തനം ജനങ്ങൾ കാണിച്ചു തന്നത് 400 സ്ക്വയർ ഫീറ്റ് വലിപ്പം വരുന്ന ഒരു അംഗൻവാടി കെട്ടിടമാണ്. 17 ലക്ഷം രൂപയാണ്, 1-2 അല്ല 17 ലക്ഷം രൂപയാണ് MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇതിനായി ചെലവഴിച്ചിട്ടുള്ളത്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണം? എങ്ങനെയൊക്കെ ഹരിച്ചും ഗുണിച്ചും ഒക്കെ കണക്ക് കൂട്ടിയാലും 10 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവാകില്ലാത്ത ഈ കെട്ടിടം 17 ലക്ഷം രൂപയ്ക്ക് തീർത്തതിൽ ഓസ്കാർ അവാർഡ് കൊടുക്കണം. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് പണിയുന്നതിന് ഈ നാട്ടിൽ എത്രയാണ് തുക കണക്കാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. MLA അതിനൊക്കെ പറയുന്ന മറുപടി ഉദ്യോഗസ്ഥന്മാർ തന്ന എസ്റ്റിമേറ്റ് അനുസരിച്ച് ചെയ്തു കൊള്ളാമെന്നാണ്. ഉദ്യോഗസ്ഥന്മാർ കണക്കൂട്ടുന്ന കണക്കുകൾ അതനുസരിച്ച് നിന്നു കൊടുക്കാനുള്ള ആളാണോ MLA? തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെലവാക്കുന്ന തുക കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുവാനുള്ള ചുമതല MLA-ക്കുണ്ട്. MLA-യുടെ വീട് പണിയുകയാണെങ്കിൽ ഇതുപോലെ വെട്ടിപ്പ് നടത്താൻ അല്ലെങ്കിൽ ഇതുപോലെ കണക്ക് കൂട്ടാൻ MLA കൂട്ടുനിൽക്കും. അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതും അഴിമതി തന്നെയാണ്. ഇക്കാര്യത്തിൽ വലിയ അഴിമതി നടന്നുവെന്ന് തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. സത്യാവസ്ഥ പുറത്തു പറയേണ്ട ഉത്തരവാദിത്വം MLA-ക്കുണ്ടായിരുന്നു. എന്നാൽ MLA അതിന് മൗനം പാലിക്കുകയാണ് ചെയ്തത്. ആ നിലയ്ക്ക് ഏറ്റവും മോശം MLA-മാരുടെ കണക്കിൽ മാത്രമേ പ്രമോദ് നാരായണനെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് നാട്ടുകാരുടെ പൊതുവെയുള്ള അഭിപ്രായം. പിന്നെ ഒരു കാര്യം ഇയാളെ കൊണ്ട് സാധിച്ചു, ഗീർവാണം. അത് നിയമസഭയിലായാലും പുറത്തും ഭംഗിയായി നടത്തി. അതിന് ഇയാൾക്ക് ഫുൾ മാർക്ക് കൊടുക്കാം, ഗീർവാണം അടിക്കുന്നതിൽ.